എത്രയധികം സ്വത്വവാദവും പ്രാദേശിക പ്രശ്നങ്ങളും ഒക്കെ അത് ആളുകളെ വൈകാരികമായി സ്വാധീനിക്കുന്ന വിഷയങ്ങൾ മുന്നോട്ട് വെച്ചാലും ജീവൽ പ്രശ്നങ്ങൾ അതിന് മേലെ നിൽക്കുമെന്നുള്ളതാണ് അവിടെ നൽകുന്ന റിസൾട്ടിൻ്റെ. ഇന്ത്യയിലും അത് തന്നെയാണ് ഞാൻ കാണുന്നത്. അവിടെ രാമക്ഷേത്രം വരുന്നു, അതുപോലെ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം വരുന്നു, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വരുന്നു. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വന്നപ്പോഴും മനുഷ്യർ അവൻ്റെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ, അവൻ്റെ ജീവിതം അത് നോക്കിയിട്ടാണ് വോട്ട് ചെയ്തത്. അങ്ങനെ ഒരു റിസൾട്ട് അത് അവിടെയും സംഭവിച്ചു. ആ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അവർക്ക് ആരോഗ്യരംഗത്തൊന്നും അവർക്ക് സാധാരണക്കാരനല്ല, ഒരു മിഡിൽ ക്ലാസ്സിന് പോലും താങ്ങാനാവാത്ത വിധം ആരോഗ്യ മേഖലയുടെ ചെലവുകൾ വർദ്ധിച്ചിരിക്കുന്നു. വൈറ്റ് കോളർ ജോലികൾ കിട്ടാനില്ല. ബ്ലൂ കോളർ ജോലി എടുത്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവിത വിലക്കയറ്റം കാരണം അവർക്ക് നിലവിലുള്ള ഒരു ജീവിത നിലവാരം നിലനിർത്താൻ കഴിയുന്നില്ല. അതോടൊപ്പം ലണ്ടൻ പോലെയുള്ള നഗരങ്ങളിലെ ചേരികൾ അതൊക്കെ അവിടെയൊക്കെ ഉണ്ടാകുന്ന വലിയ ഈ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ്, അതിനെ അഭയാർത്ഥി പ്രശ്നം എന്ന നിലയ്ക്കൊന്നും ചുരുക്കി കാണാൻ സാധിക്കില്ല. അഭയാർത്ഥികളിൽ ഈ പ്രശ്നം ഉണ്ടാകും. കാരണം ഈ ജനങ്ങൾ അവരുടെ ജീവിതം സുരക്ഷിതമല്ലാണ്ടായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ക്രിമിനൽ എലമെൻറ്റ്സ് അവരിൽ വളർന്നു വരും, അവർ തന്നെ ക്രിമിനൽസായിട്ട് മാറും. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പം ഒരു സുസ്ഥിര ഗവൺമെൻറ്റും സുസ്ഥിര വികസനവും എല്ലാവരുടെയും ജീവിത നിലവാരം പടിപടിയായി വളർന്നു വരുന്ന ഒരു സാഹചര്യവും ഒന്നൊക്കെ ഉണ്ടായില്ല എങ്കിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ട മനുഷ്യർ, അവൻ വെള്ളക്കാരനായിക്കോട്ടെ, കറുത്തവർഗാനായിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. അവൻ യഥാർത്ഥത്തിൽ ഈ സിസ്റ്റത്തിനെതിരായി തിരിയും, അതൊരു സംശയമില്ല. അവൻ അനാർക്കിസ്റ്റായി മാറും, ഈ സിസ്റ്റത്തിനെതിരായി തിരിയും. അപ്പോൾ അത് ലണ്ടൻ പോലെയുള്ള നഗരങ്ങളിൽ, മാഞ്ചസ്റ്റർ പോലെയുള്ള നഗരങ്ങളിൽ വളരെ പ്രകടമാണ്. അതിലൊരു ചെറിയ വിഭാഗം ഈ പറയുന്നത് പോലെ തെറ്റായ ആശയങ്ങളിൽ പ്രചോദിതമായിട്ട് എൻ്റെ ശത്രു മുഴുവനും ഈ പറയുന്ന പാവങ്ങളായി ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ട് ഇവിടേക്ക് വന്ന അഭയാർത്ഥികളാണ് എന്നൊക്കെ പറഞ്ഞ് തീവ്ര നിലപാടിലേക്ക് പോകും. അത് അവർ തെറ്റായ വഴി സ്വീകരിക്കുന്നതാണ്. അല്ലാത്ത ആളുകൾ ഒരുപക്ഷെ ഒരു വലിയ ശതമാനം ആളുകൾ എന്താ പറയുക, ക്രിമിനൽസ് ആവും, പ്രശ്നക്കാരായി മാറും. അത് സാമൂഹ്യ സുസ്ഥിരതയെ ബാധിക്കും. സാമൂഹ്യ സുസ്ഥിരത അപകടപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് സാമ്പത്തിക വികാസത്തെ അത് ബാധിക്കും, എക്കണോമി മൊത്തം തകരും. ഇങ്ങനെ അതൊരു ചെയിൻ റിയാക്ഷനായി മാറും.